പുള്ളി ഇപ്പോഴും അതിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് പുള്ളിക്ക് കഴിവുള്ളത് കൊണ്ട് തന്നെയാണല്ലോ. നരസിംഹം സ്ഫടികം. എനിക്ക് കിരീടം ഇഷ്ടം. തേന്മാവിൻകൊമ്പത്ത് മണിച്ചിത്രത്താഴ്. രാജാവിന്റെ മകൻ ഏറ്റവും പഴയത്. നരസിംഹം. ബ്രോഡാഡി. സ്ഫടികം. നരസിംഹം. ഒന്ന് വാനപ്രസ്ഥം. നരസിംഹം. സ്ഫടികം. മോഹൻലാലിനെ പണ്ടത് 6-ാം തമ്പുരാൻ. നരസിംഹം. ഒടിയൻ. ശരൈച്ചാളെ. ചിത്രം, താളവട്ടം. നരസിംഹം. പുലിമുരുകൻ. എടാമോനെ ദിനേശ. കിരീടം, പവിത്രം, കമലദളം, ഭരതം. എനിക്ക് സിനിമാ നടന്മാരെ ഒന്നും അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല. സ്ഫടികം. ആരാധപ്രാൻ. രാജാവിന്റെ മകൻ പോലെ അങ്ങനെ ഇഷ്ടമുള്ളൂ. ലാലേട്ടാ. മോഹൻലാൽ എന്ന നടന് ഒരാമുഖത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കഴിഞ്ഞ കുറേ കാലങ്ങളായി നിരവധി കഥാപാത്രങ്ങളിലൂടെ മോഹൻലാൽ നമ്മളെ കോരിത്തെരിപ്പിച്ചിട്ടുണ്ട്. മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ മലയാളികളുടെ മനസ്സിൽ ലാലേട്ടനെ നമുക്കൊന്ന് ഓർത്തെടുക്കാം. പുള്ളി ഇപ്പോഴും അതിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് പുള്ളിക്ക് കഴിവുള്ളത് കൊണ്ട് തന്നെയാണല്ലോ. പുള്ളി ആക്റ്റാണ്. ഇമോഷണലൊക്കെയാണ് ഇഷ്ടം. ഇനി ഏതാ വരാൻ പോണെന്ന് അപ്ഡേഷൻ അറിയില്ലോ. ഒത്തിരി സിനിമകളുണ്ട്. ഈ പഴയ മോഹൻലാലിനെ ഇഷ്ടം. ഈ മോഹൻലാലല്ല, വാലിബൻ. മോഹൻലാലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഏതാ? സ്ഫടികം. ഡയലോഗായിട്ട് ആർക്ക് അറിഞ്ഞൂടാ. മോഹൻലാലിനെ ഇഷ്ടമാണ്. സന്മനസ്സുള്ളവർക്ക് സമാധാനം ഇഷ്ടമാണ്. എനിക്ക് പണ്ടത്തെ കോമിക്കായിട്ടുള്ള ഇതൊക്കെയാണ്. മറ്റേ ഇത് ഇഷ്ടമാണ്. വെള്ളാനകളുടെ നാട്ടിഷ്ടം. എനിക്ക് കിരീടം ഇഷ്ടം. മംഗലശ്ശേരി തീരണ്ട്. തേന്മാവിൻകൊമ്പത്ത് മണിച്ചിത്രത്താഴ്. ദീപോടെ മുണ്ടക്കൽ ശേഖർ. മോഹൻലാലിന് ഇഷ്ടമാണല്ലോ, നല്ല നടനാണല്ലോ. രാജാവിന്റെ മകൻ ഏറ്റവും പഴയത്. ഡയലോഗ്, കിരീടത്തിലേക്ക് ഡയലോഗ് വളരെ ഇഷ്ടമാണ്. ആരെ കൂടെ അഭിനയിച്ചാലും മോഹൻലാൽ വളരെ നന്നായിരിക്കും എന്നുള്ളതാണ്. मोहनलाल सुपर है. मोहनलाल अब अच्छा है. मोहनलाल का फिल्म भी अच्छा बनता है. अच्छा स्टाइल है. अच्छा सब कुछ अच्छा है. मोहनलाल, मेमोटी सब अच्छा है. നരസിംഹം. മോഹൻലാൽ പറഞ്ഞിട്ടുള്ള നല്ലൊരു ഡയലോഗ് എന്ന് വെച്ചാൽ പോമോനെ ദിനേശ. യൂത്തിന് മോഹൻലാലിനെ വേണ്ടേ? കിരീടം എനിക്ക് അത്ര ഇഷ്ടമല്ല. മോഹൻലാലിന്റെ ബ്രോഡാഡി അങ്ങനത്തെയൊക്കെ ഫിലിംസാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് ശോഭനയായിട്ടും ഇഷ്ടം. സ്ഫടികം. പഠിക്കണോ? തോമചേല. മറ്റേ പാട്ട്. നടയിൽ നടനം അതല്ലേ? തുടരെ രംഗവേദി മംഗളാരവം. നരസിംഹത്തിലൊരു പാട്ട്, ആ പാട്ടില്ലേ? ശോഭന. മീന. നരസിംഹം. അലരെ ഗോവിന്ദ. പൊളിയല്ലേ ലാലേട്ടൻ? മോഹൻലാലിന് ഇഷ്ടപ്പെടാൻ കാരണമൊന്നുമില്ല. ഒന്ന് വാനപ്രസ്ഥം. ഒന്ന് വന്ന് കിരീടം. ഒരുപാട് കഴിവുള്ള മനുഷ്യനല്ലേ. നരസിംഹം. മൂവി അറിയില്ല, പക്ഷേ മോഹൻലാൽ നല്ല ഇഷ്ടപ്പെട്ടു. മോഹൻലാൽ നല്ല ആറ്റിറ്റ്യൂഡാണ്, പക്ഷേ അങ്ങനെ സ്റ്റൈൽസ് അതാണ് നല്ല ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ട മോഹൻലാലിൻ്റെ പടം സ്ഫടികം. പാട്ട് അങ്ങനെ എല്ലാ പാടുണ്ട്, പക്ഷേ ചില പാട്ടുകളൊക്കെ നമ്മൾ ഇങ്ങനെ എടുക്കാറില്ല. പല പാട്ടുകളൊക്കെ ഓർമ്മ. മോഹൻലാലിനെ പണ്ടത് 6-ാം തമ്പുരാൻ. തമ്പുരാൻ എന്ന് വിളിച്ചതുകൊണ്ട് ചെറ്റേ എന്ന് വിളിക്കുന്ന ഒരു മനസ്താപമുണ്ട്. എടോ അപ്പൻ എന്ന പേരുള്ള ചെറ്റേ, താനാര ഇവിടുത്തെ നാട്ടുരാജാവും. തൻ്റെ കളരിയും മർമ്മവിദ്യയും തരികിട നമ്പറും എല്ലാം ചിലവാകും ഇവിടുത്തെ പാവം ജനങ്ങളുടെ അടുത്ത്. ഇതാൾ വേറെയാ. തനിക്കറിയാവുന്ന കളികളെല്ലാം താൻ കളിക്കും. തൻ്റെ അപ്പൂപ്പൻ്റെ കുഴിമാടത്തിലോ മുത്തച്ഛൻ്റെ മാത്രമേ ഉള്ളൂ, മറന്നുപോയി. പാട്ട് ഓൾമോസ്റ്റ് എല്ലാ പാട്ടും ഇഷ്ടമാണ്. എല്ലാ പാട്ടും ഇടുന്നുള്ളൂ. ചോട്ടാ മുംബൈയിലെ പാട്ടായിട്ട് എന്തായാലും തുള്ളുവല്ലോ, നമ്മളെല്ലാവരും തുള്ളുവല്ലോ. മേഡം തുള്ളൂല്ലേ? നരസിംഹം. താളവട്ടം, നരസിംഹം, അങ്ങനെ ഒത്തിരി പടങ്ങൾ. ശോഭന. എനിക്ക് അതിനെക്കാട്ടി ഇഷ്ടം പണ്ടത്തെ മൂവീസാണ് മോഹൻലാലിൻ്റെ. കരിമേഘക്കെട്ടൊരാകാശം. ചോട്ടാ മുംബൈ. ബറോസ് വെയിറ്റ് ചെയ്യണം, കട്ട വെയിറ്റ് ചെയ്യണം. മോഹൻലാൽ, നരസിംഹം, പിന്നെ ഒടിയൻ. മോഹൻലാൽ ജില്ലാ படம். மோகன்லாலோட ஆக்டிங் நல்லா பிடிக்கும். அது பேசிக்காக அவரோட என்ன சொல்கிறது, எங்கள் தமிழில் எங்கள் ரஜினிகாந்துக்கு ஈக்குவலான ஒரு மலையாளத்தில். சிறைச்சாலை സ്മാർട്ട് ഗെയിം, ആക്ഷൻ നല്ല എല്ലാമേ நல்லா இருக்கும். ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ പറയണത് എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടം ചിത്രമുണ്ട്, താളവട്ടമുണ്ട്, സ്ഫടികമുണ്ട്. അതൊക്കെയാണ് എനിക്ക് താല്പര്യം. ദേവാസുരം, നീ പോമോനെ ദിനേശ. വേറെ ഇഷ്ടം പോലെ ഉണ്ട്. സാഗർ, പേര് നടക്കുമ്പോൾ സാഗർ, എലിയാസ് ജാക്കി, ശോഭന, മീന. അങ്ങനെയാണ് മാസമായിട്ട് കിരീടം, ദേവാസുരം, അങ്ങനെ കുറേ ഉണ്ട്. ഇത് മോഹൻലാലിൻ്റെ ഫിലിംസ് എങ്ങനെ ലിസ്റ്റാണത്. അത് ഒരു സിനിമയിൽ ഒതുങ്ങണമെന്നല്ലല്ലോ. ഇത് മോഹൻലാൽ എന്ന ഒരു കഥാപാത്രം എന്നാൽ അങ്ങനെയാണ്, ഒരു സിനിമയിൽ ഒതുങ്ങൂല. അത് ഒരു എന്താ പറയുക, അവിടെ മലയാള സിനിമയിലെ ഒരു രണ്ട് അഭിമാന താരങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലും. അവർക്ക് നമുക്ക് അടുക്കാൻ പോലും പറ്റാത്ത ഒരു ലെവലിലാണ് അവർ. അങ്ങനെയൊന്നുമില്ല. എല്ലാ സിനിമകളും ഇഷ്ടംപോലെ അല്ലേ. നായിക നമ്മൾ മെയിനായിട്ട് നോക്കണമല്ലോ. ചിത്രം, താളവട്ടം കാണാൻ ആഗ്രഹിക്കുന്നത്. നരസിംഹം അങ്ങനത്തെ ഒരു സ്റ്റൈലിലുള്ളൊരു പടത്തെ ആറാധന ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് നേരാണ്. ഇഷ്ടപ്പെട്ടത് ദശരഥം സിനിമയാണ്. നരസിംഹം.
താണ്ഡവം, നരൻ, പുലിമുരുകൻ. എടാ മോനെ ദിനേശ, നീ എൻ്റെ പിള്ളേരെ തൊടുവാടാ. സവാരിഗിരി, കിരീടം, പവിത്രം, കമലദളം, ഭരതം, വേറെവർ യു ഗോ ഐ വിൽ ബി വിത്ത് യു, വന്ദനം, വേറെവർ യു ഗോ ഐ വിൽ ബി വിത്ത് യു, ഐ വിൽ ബി ദർ. എന്നോട് പറ ഐ ലവ് യു എന്ന്. എനിക്ക് സിനിമാ നടന്മാരെ ഒന്നും അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല. ആരാധപ്രാൻ രാജാവിന്റെ മകൻ പോലും ഇഷ്ടമുള്ളൂ. പക്ഷേ വന്നത് മഞ്ഞൾ പിരിഞ്ഞ പൂക്കൾ ആ സ്റ്റൈലിലാണ് വന്ന സാധനം. രജനികാന്ത് വന്നുവരി എനിക്കൊന്നും പറയാനില്ല. ഇപ്പോ പോലെ ദിനേശ നന്ദന എല്ലാ പാട്ടും ഇഷ്ടം. മോഹൻലാലിനെ പൊതുവെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, താങ്ക് യു. അങ്ങനെ കുറേ പടങ്ങൾ ഇഷ്ടമാണ്. ലൂസിഫർ, കിണ്ണമ്പടം, മലയിക്കോട്ടെ വാലിബൻ, കിണ്ണമ്പടം. മോഹൻലാലാണ് സെൽഫ്. കുറേ പടങ്ങളുണ്ട്. ഇനിയും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഇനിയും നല്ല നല്ല ക്യാരക്ടർ കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. യവൻ ഉസിര് എങ്ക ഇരിക്കണില്ല, യവൻ ഉസിര് ഇവൻ കിട്ടതായിരിക്കും. തളപതി, ജില്ലാലി, പുലിമുരുകൻ, ഒപ്പം ക്രിസ്ത്യൻ ബ്രദേഴ്സ്, ഒരുപാട് പടങ്ങളുണ്ട്. സ്ഫടികം, മണിത്തത്താഴ്, പിന്നെ രാവണപ്രഭു, നരസിംഹം, ശോഭന, ഓഫ്കോഴ്സ്, പോമന ദിശ, പിന്നെ നരനിലെ വേൽമുരുക. കണ്ണിൽ തോട്ടിയിട്ട് വലിക്കരുത്, നീ പോമോന്റെ ദിനേശ്. അത് തന്നെ ചാക്കോ മാഷ് നിന്റെ അപ്പനല്ലടാ എൻ്റെ അപ്പൻ. എടാ അത് തിരിഞ്ഞുപോയി. ചാക്കോ മാഷ് എൻ്റെ അപ്പനല്ലടാ നിന്റെ അപ്പൻ.